നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുലിപ്പച്ച എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അർബുദ രോഗ ചികിത്സയിൽ ഉപയോഗിക്കാവുന്ന ഒരു സസ്യം എന്ന നിലയിൽ ഈ അടുത്ത കാലത്തായി ഔഷധ സസ്യ ഗവേഷകരുടെ പ്രത്യേക ശ്രദ്ധയുള്ള സസ്യമാണ് പുലിപ്പച്ച. ഐക്കാസിനേസിയ കുടുംബത്തിലെ നൊദോപോഡിറ്റസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് പുലിപ്പച്ച. പശ്ചിമഘട്ട തദ്ദേശവാസിയായ വംശനാശ ഭീഷണിയുള്ള ഒരു ചെറുമരമാണ് പുലിപ്പച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നൊദോപോഡിറ്റസ് നിമോണിയാന എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ പുലിപ്പച്ച, ചോരില, തീട്ടന്നാറി, പീനാറി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഫെയ്റ്റഡ് ഹോളി, സ്റ്റിങ്കിങ് ട്രീ, ഘനേര എന്നൊക്കെ വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ദുർനാദത മര, അതുപോലെ തന്നെ ദുർവാസനി മര എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ അരളി എന്നും ചൊരുലൈ എന്നും ബില്ലിപ്പിച്ചു എന്നും വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇൻഡോ മലേഷ്യൻ മേഖലകളിലും ചൈനയിലും കാണപ്പെടുന്ന സസ്യമാണിത്. ഇന്ത്യയിൽ ആസാം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും ചോലക്കാടുകളിലുമൊക്കെ ഇത് വളരാറുണ്ട്. ഉത്തര കേരളത്തിലെ ചില കാവുകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. 2300 മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിത വനങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുക. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. പൊന്തച്ചുറ്റൻ, വരയൻ പൊന്തച്ചുറ്റൻ എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് ഈ പുലിപ്പച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ രൂപവരണം നോക്കാം. പൊതുവെ ഔദ്യോഗികമായി ഇതൊരു ചെറുവൃക്ഷമാണെങ്കിലും കുറ്റിച്ചെടിയായിട്ടാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 10 മീറ്റർ വരെ പരമാവധി ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ തടിക്ക് മഞ്ഞ കലർന്ന ചാരനിറമാണ്. 7 തുടങ്ങി 18 സെൻറ്റിമീറ്റർ വരെ നീളവും 4 തുടങ്ങി 8 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ദീർഘവൃത്താകാരമുള്ള ഇലകൾ ഏകാന്തരക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലഞ്ഞെട്ടിന് 3 തുടങ്ങി 6 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കാറുള്ളത്. പൂക്കൾ ശാഖയുടെ അഗ്രങ്ങളിൽ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. ക്രീം നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലോ ഉള്ള പൂക്കൾക്ക് 1/2 സെൻറ്റിമീറ്റർ വ്യാസമുണ്ടായിരിക്കും. പൂക്കൾക്ക് ദുർഗന്ധമുള്ളതുകൊണ്ട് ഇതിനെ തീട്ടന്നാറി എന്ന് വിളിക്കാറുണ്ട്. 3 മില്ലിമീറ്റർ നീളമുള്ള 5 ദളങ്ങളും 5 കേസരങ്ങളും ഉണ്ടാകും. ദീർഘഗോളാകൃതിയിലുള്ള പച്ച നിറമുള്ള കായ്കൾക്ക് 2 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വണ്ണവും കാണും. ഈ കായ്കൾ പഴുത്തു കഴിയുമ്പോൾ കടും ചുവപ്പ് നിറമായിട്ട് മാറും. ഔഷധ മൂല്യത്തെ നോക്കാം. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്ന് കരുതപ്പെടുന്ന ക്യാംപ്റ്റോതെസിൻ എന്ന ആൽക്കലോയിഡ് ഈ മരത്തിൻ്റെ തടിയിൽ നിന്നും വേർതിരിച്ചെടുക്കാറുണ്ട്. എയ്ഡ്സിനെതിരെയും ഔഷധ ഗുണം കാണിക്കുന്ന ഈ മരത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഇത് നട്ടുപിടിപ്പിക്കുന്നതിനുള്ള വ്യാപകമായ പദ്ധതികൾ പലയിടത്തും നടന്നു വരുന്നുണ്ട്. ഈ സസ്യത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം ആവശ്യമുള്ളവയാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.